സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെ നമുക്ക് എല്ലാവർക്കും ജയന്തിയെ നമുക്ക് പരിചിതയായ നടിയാണ് അപ്സര. ബിഗ് ബോസിലും അപ്സര മത്സരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ താരം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കല്ലേറുകൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. താരത്തിന്റെ വിവാഹ ജീവിതം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. താരവും താരത്തിന്റെ ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാക്കുകളും സംസാരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പല മാധ്യമങ്ങളും താരം ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നു. പഴയകാല ഇന്റർവ്യൂകൾ വളച്ചൊടിച്ചൊക്കെ പലതരത്തിലുള്ള ഹെഡിങ്ങുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ രീതിയിലാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊങ്ങി വരുന്നത്. അപ്സര ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നും സഹോദരന്റെ വിവാഹത്തിന് പോലും ഭർത്താവ് എത്തിയില്ല എന്ന തരത്തിലുമൊക്കെ വാർത്തകൾ എത്തുന്നുണ്ട്. എന്നാൽ താരം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല എന്നും തന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നും അപ്സര പറയുന്നുണ്ട്. ഒരിടത്ത് പോലും താൻ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നോ പിണക്കത്തിലാണെന്നോ അപ്സര പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് അപ്സരയും ഭർത്താവുമായുള്ള വേർപിരിയൽ തന്നെയാണ്. എന്നാൽ ഇതെല്ലാം വ്യാജ വാർത്തകളാണ്. ഇങ്ങനെയൊരു സംഭവം ഇതുവരെയും നടന്നിട്ടില്ല. ഇരുവരും വിവാഹമോചിതരായിട്ടുമില്ല. വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ അപ്സരയെ ഈ കാര്യങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ട്. അപ്സരയോട് പലരും ചോദിക്കുന്നുണ്ട് വിവാഹമോചിതരായോ എന്നൊക്കെ. എന്നാൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേയില്ല. അപ്സരയോ അപ്സരയുടെ ഭർത്താവോ തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു പറയുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിവാഹമോചിതരായെന്നോ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ഇതുവരെയും അപ്സര പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ എത്തുമ്പോൾ ശക്തമായി തന്നെ അപ്സര പ്രതികരിക്കുകയാണ്. ഞങ്ങള് കല്യാണത്തിന് മുമ്പേ ഞങ്ങളല്ലാണ്ട് തന്നെ വേറെ ആൾക്കാരൊക്കെ പ്രണയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് അല്ലേ ഞാൻ വേറെ പ്രണയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കാര്യം ചോദിക്കണേ, നമ്മുടെ കാര്യം അവർക്ക് ആവശ്യമില്ലാത്ത പോസ്റ്റ് ഒന്നും കൊടുക്കരുത്. അതല്ലേ പറഞ്ഞത്. കഴിഞ്ഞിട്ട് അവരുടെ പേരെന്തിനാ ഇവിടെ പറയണ? അവരുടെ പേര് പറഞ്ഞില്ലല്ലോ ഞാൻ. അത് ഇനി ചേട്ടൻ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നെ കാണുമ്പോ ചേട്ടൻ അടിവയറ്റിൽ ഇങ്ങനെ കൊടുക്കും.